നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 11 ദിവസമായി ഞാൻ ജയിലിൽ കിടക്കുന്നു. 11 കിലോയാണ് കുറഞ്ഞത്. എന്റെ കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇനിയും ജയിലിൽ കിടന്നാൽ എന്റെ ആരോഗ്യനില വഷളാകും. മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പറയൂ, ഒന്ന് പ്രതികരിക്കൂ. പോലീസ് ജീപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഈശ്വർ പ്രതികരിച്ചതാണ് ഇങ്ങനെ. അതായത് പോലീസും മറ്റു ചിലരും ചേർന്ന് എന്നെ കുടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നൊക്കെ പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയായിരുന്നു രാഹുൽ ഈശ്വർ നിരന്തരം വീഡിയോ ചെയ്തതും തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലാകുന്നതുമൊക്കെ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വരെ മുൻകൂർ ജാമ്യം കിട്ടി. പക്ഷേ രാഹുൽ ഈശ്വറിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു ആ കിട്ടിയ വേളയിൽ മാധ്യമങ്ങളോട് രാഹുൽ ഇത്രയൊക്കെ പ്രതികരിച്ചത്. മാധ്യമങ്ങൾ ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കൂ എന്നൊക്കെ പറയുകയായിരുന്നു രാഹുൽ ഈശ്വർ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഡോക്ടറെ കാണാൻ കാത്തു നിൽക്കുമ്പോഴും ഒക്കെ അവശ നിലയിൽ തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നത്. എന്നാൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തിയതിനു ശേഷം ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഈശ്വറിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വലിയ അഭിനയം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ രാഹുലിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കളിയാകെ രാഹുൽ ഈശ്വറിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെ അകത്ത് തന്നെ ഇടണം എന്നുള്ള ഒരു തിട്ടൂരം പുറത്തുനിന്ന് ആരൊക്കെയോ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ പലരും ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നിലെ ചില വസ്തുതകൾ കൂടി മലയാളികൾ മനസ്സിലാക്കണം. അതിനു മുൻപ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോ, കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കിഡ്നിയിലേക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസം ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസം സന്തോഷമല്ലേ? കിഡ്നിക്ക് പ്രശ്നമാകുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. 4 ദിവസം വെള്ളമില്ലാതെയും 5 ദിവസം ഭക്ഷണമില്ലാതെയും കിടന്നിട്ടുണ്ട്. സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസല്ലേ ഇത്? എന്നിട്ടും എന്നെ ഇങ്ങനെ അകത്തിടേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ചിലരുടെയൊക്കെ ഒരാവശ്യമാണ് ഞാൻ അകത്ത് കിടക്കണം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കളിയെല്ലാം എന്നും രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പിന്നാലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. അതിനുശേഷം തൊട്ടടുത്ത നിമിഷം മുതൽ രാഹുൽ ഈശ്വർ നിരാഹാരം തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് താൻ എടുത്ത ഈ നിലപാട്, അതായത് നിരാഹാരം കിടക്കുന്നു എന്നുള്ള നിലപാട് തനിക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് കാരണമാകും എന്ന് അഭിഭാഷകനിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയതോടെയാണ് രാഹുൽ ഈശ്വർ നിരാഹാരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. അതായത് വിശക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരോട് രാഹുൽ ഈശ്വർ തന്നെ പറയുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണം വാങ്ങി നൽകുകയും 3 ദോശയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ അന്ന് നിരാഹാരം അവസാനിപ്പിച്ചത്. എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതുപോലെ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിനാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗവും ചുമത്തിയിട്ടുണ്ട്. 2 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നതടക്കം ചൂണ്ടിക്കാട്ടി അതിജീവിത നൽകിയ പരാതിയിലായിരുന്നു സൈബർ പോലീസ് കേസെടുത്തതും തുടർന്ന് അടപടലം രാഹുൽ ഈശ്വറിന് കുരുക്കായതും. എന്നാൽ ഇപ്പോൾ മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പോലും മുൻകൂർ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് എന്തിനാണ് രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? പോലീസിന്റെ തിട്ടൂരം തന്നെയല്ലേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പലരും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്ന പല ഗ്രൂപ്പുകളും ഇപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. എന്നാൽ ഇതിൽ രാഹുൽ ഈശ്വറിന്റെ ചില പിഴവുകൾ തന്നെയാണ് രാഹുൽ ഈശ്വറിന് വിനയായത്. അതായത് ജാമ്യം കിട്ടാതിരിക്കാൻ രാഹുലിന്റെ കയ്യിൽ നിന്ന് വന്ന പിഴവുകൾ കാരണമായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. രാഹുൽ അറസ്റ്റിലായി ജയിലിലായ തൊട്ടടുത്ത നിമിഷം നിരാഹാരം പ്രഖ്യാപിക്കുന്നു. ഇതിനുശേഷം ഭക്ഷണവും വെള്ളവും പോലും കഴിക്കാതെ പോലീസിനെ അങ്ങ് വലച്ചു കളയാം എന്നൊക്കെയായിരുന്നു രാഹുൽ ഈശ്വർ കരുതിയത്. അവിടെയാണ് രാഹുൽ ഈശ്വറിന് തന്നെ തിരിച്ചടി കിട്ടിയത്. അതായത് പോലീസ് പിന്നീട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതായത് നിരാഹാരം കിടന്നുകൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാനും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒക്കെയാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നത് എന്നാണ്. അതായത് നിരാഹാരം കിടക്കുന്ന ഒരാൾക്ക്
എങ്ങനെയാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാളെ ഒരു തരത്തിലും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ പോലീസിനെ വലയ്ക്കുന്ന ഒരു നിലപാടാണ്, അന്വേഷണത്തോട് സഹകരിക്കാത്ത നിലപാടാണ് രാഹുൽ ഈശ്വർ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് പോലീസ് കൃത്യമായി കോടതിയെ അറിയിച്ചു. ഇതാണ് കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചത്. രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ വാദത്തെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകൾ അടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞുവെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. രാഹുൽ ജയിലിൽ നിരാഹാരം തുടർന്നതിൽ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിരാഹാര സമരം അംഗീകരിക്കില്ലെന്നും നിരാഹാരം നടത്തി അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമം നടത്തുകയാണെന്നും ജാമ്യം നൽകുന്നത് ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും പ്രതി നടത്തിയത് ഗുരുതര കുറ്റങ്ങളാണെന്നും കോടതി തന്നെയാണ് വ്യക്തമാക്കിയത്. ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയ തൊട്ടടുത്ത നിമിഷമാണ് നിരാഹാരം അവസാനിപ്പിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറായത്. ഇത് മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ച 11 മണി വരെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് മൊഴിയെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലായിരുന്നു രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് ഇടയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ പ്രതികരിച്ചത്. അപ്പോഴും ദിലീപിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ട്. മാധ്യമങ്ങളോട് വിജയഭേരി മുഴക്കുകയല്ല, പക്ഷേ ദയവായി ഞങ്ങളെ പോലെയുള്ളവർ കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കണം. ഇതായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്. എന്നാൽ ഇതിനു മുൻപ് രാഹുൽ ഈശ്വർ ചാനലിൽ വന്നിരുന്ന് പ്രതികരിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു. അതായത് ഈ അറസ്റ്റിലാകുന്നതിന് മുൻപ് വരെ ദിലീപ് കേസിന്റെ വിധി വരട്ടെ, അന്ന് ഞാൻ കാണിച്ചു തരാം, ഈ പറയുന്നത് പോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ആ കേസിന്റെ വിധി വരുമ്പോൾ സ്മൃതിയെ എനിക്ക് ഇവിടെ കിട്ടണം എന്നൊക്കെ അതിന് വിട്ടുപോകുന്ന ചില പ്രസ്താവനകളൊക്കെ രാഹുൽ ഈശ്വർ നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് വലിയ വിനയായിട്ടുണ്ട്. ഇതിൽ മറ്റൊരു വശവും കൂടിയുണ്ട്. അതായത് രാഹുൽ ഈശ്വർ പലപ്പോഴും കോടതിയിൽ പെരുമാറേണ്ട ഒരു രീതിയിലല്ല പെരുമാറിയത്. അത് ജഡ്ജിയിൽ വലിയ പ്രകോപനമുണ്ടാക്കി. അതായത് ഒരു സിനിമാ സ്റ്റൈൽ പ്രകടനമൊക്കെ കോടതി മുറിക്കുള്ളിൽ കാണിച്ചു. ഇതൊന്നും അംഗീകരിക്കാൻ കോടതി, പ്രത്യേകിച്ച് ജഡ്ജി ഒന്നും തയ്യാറാകില്ല. കാരണം അവിടെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഈശ്വർ പലപ്പോഴും അതിന് വിട്ടുപോകുന്ന രീതിയിലുള്ള പ്രകടനമൊക്കെ കാണിച്ചു. അഭിഭാഷകൻ വാദിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയും പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ തന്നെയും രാഹുലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാഹുലിന് ജാമ്യം നിഷേധിക്കാൻ, അയാളെ ചോദ്യം ചെയ്യണം എന്നുള്ള പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ നിന്ന് അതിജീവിതയുടെ ഫോട്ടോ പോലീസ് കണ്ടു. ഇത് കോടതിയെ കൃത്യമായി പോലീസ് ധരിപ്പിക്കുകയും പ്രോസിക്യൂഷൻ അത് കൃത്യമായി കോടതിക്ക് മുൻപിൽ ആവർത്തിക്കുകയും ചെയ്തു. അതായത് രാഹുൽ ഈശ്വർ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ എവിടെയും സംസാരിച്ചിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, അവരുടെ പേരോ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ രാഹുൽ ഈശ്വർ വാദിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ എന്തിനാണ് രാഹുൽ ഈശ്വർ അവരുടെ ഫോട്ടോ, അതായത് അതിജീവിതയുടെ ഫോട്ടോ ഈ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചത് എന്നുള്ള ഒരു ചോദ്യം കോടതി തന്നെ ഉന്നയിച്ചു. അപ്പോൾ അതിന് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം രാഹുൽ ഈശ്വറിന് വന്നു. രാഹുൽ ഈശ്വർ അതെവിടെയും ചാനലിലോ അല്ലെങ്കിൽ തന്റെ വീഡിയോയിലോ ഒന്നും കാണിക്കുന്നതിന് വേണ്ടിയല്ല അതിജീവിതയുടെ ആ ഫോട്ടോ എടുത്തു വെച്ചത്. മറിച്ച് അയാൾ അവരുമായിട്ടുള്ള അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അന്ന് ഈ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ നിന്നെടുത്ത ഫോട്ടോയോ എന്തെങ്കിലും ആകാം. പക്ഷെ അതാണ് രാഹുൽ ഈശ്വറിന് ഏറ്റവും വലിയ കുരുക്കായത്. കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ, അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ കോടതിയുടെ മുൻപിലേക്കാണ് രാഹുലിന്റെ ലാപ്ടോപ്പിൽ ആ യുവതിയുടെ ഫോട്ടോ ഉള്ളത് കോടതിയും കണ്ടത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ശക്തമായ നടപടി കോടതി സ്വീകരിച്ചത്. ഈ പറയുന്ന പോലെ തന്നെ രാഹുലിനെ കുടുക്കണം എന്നുള്ള ഒരു നീക്കമൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തിയുക്തം വാദിച്ച് രംഗത്തുണ്ടായിരുന്ന ഒരേ ഒരാൾ, എന്തിനേറെ കോൺഗ്രസ് എന്ന പാർട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ ഘട്ടത്തിൽ പോലും ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ വീഡിയോകൾ സ്വന്തം ചാനലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ
ചാനൽ ചർച്ചകളിലൊക്കെ പോയിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അതിശക്തമായി വാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നു, പക്ഷേ രാഹുൽ ഈശ്വർ അകത്ത് തന്നെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാതലായ വിഷയവും ഇതാണ്. അതായത് ലാപ്ടോപ്പിൽ നിന്ന് ആ യുവതിയുടെ ഫോട്ടോ പോലീസ് കണ്ടെടുക്കുന്നു, അത് കോടതിയെ കൃത്യമായി ധരിപ്പിക്കുന്നു. ഇതുകൂടാതെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് കോടതിയിൽ പോലീസ് പറഞ്ഞത്. അതായത് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് അത് പോലീസിന് കൊടുക്കാതെ പോലീസിനെ വട്ടം കറക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അത് മാത്രമല്ല, ഈ രാഹുൽ ഈശ്വർ മുൻപ് തന്നെ പുറത്തുവിട്ട, അതായത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഘട്ടത്തിൽ പോലും ഞാൻ ഈ ലാപ്ടോപ്പ് ഒളിപ്പിച്ച് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ മണ്ടത്തരങ്ങളൊക്കെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ രാഹുൽ തന്റെ ഫോൺ പരിശോധിക്കുന്നതിന് പോലീസിന് വിട്ടുകൊടുക്കുന്നില്ല. ഈ നിലപാടുകളൊക്കെ, അതായത് രാഹുൽ ഈശ്വറിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അന്വേഷണം വഴിമുട്ടിക്കുകയാണ് എന്ന് പോലീസ് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ വീണ്ടും രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇനിയിപ്പോൾ ഫോണും ലാപ്ടോപ്പും എല്ലാം പരിശോധിക്കും. അതിൽ രാഹുൽ ഈശ്വറിന് കുരുക്കാകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പണിയാണ്. എന്തായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒന്ന് മയപ്പെടുന്നുണ്ട്. കാരണം ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു രാഹുൽ ഈശ്വർ ആയിരുന്നു. എന്നാൽ ഒരു 11 ദിവസത്തോളം അകത്ത് കിടന്നതോടെ രാഹുൽ ഈശ്വർ മയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്കൊന്നും രാഹുൽ ഈശ്വർ എത്തുന്നില്ല. പകരം മാധ്യമങ്ങളോട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയല്ല എന്നൊക്കെയുള്ള തരത്തിലേക്ക് രാഹുൽ ഈശ്വറിന്റെ സംസാരം മാറിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ജയിൽ ജീവിതം, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നല്ല ഒന്നാന്തരം ഭക്ഷണമല്ലേ കിട്ടുന്നത്, വയറ് നിറയെ തിന്നാൻ കിട്ടും, വിശ്രമം, പിന്നെ ജോലി കിട്ടും, തിരികെ പോരുമ്പോൾ പൈസ കിട്ടും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ജയിൽ ജീവിതം അത്ര സുഖകരമൊന്നുമല്ല. കാരണം ഒരു 4 ചുവരിനുള്ളിൽ, ഒരു സെല്ലിനുള്ളിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അത് ആർക്കും അതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. പ്രത്യേകിച്ച് പുറത്ത് സുഖലോലുപതയിൽ കഴിയുന്നവർക്കൊന്നും ജയിൽ ജീവിതം പറ്റുന്ന കാര്യമേ അല്ല. നമ്മളിപ്പോൾ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്കൊന്നും ജയിലിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊതുകുകടി കൊണ്ടും ഈ പറയുന്ന കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ കൂട്ടത്തിലാണ് ഈ സെല്ലിനുള്ളിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് അംഗീകരിക്കാനോ ഇതിനോടൊന്നും പൊരുത്തപ്പെടാനോ കഴിയില്ല. മാത്രമല്ല, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആരെയും കാണാതെ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടി കഴിയേണ്ട ഒരു ഗതികേട്, ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നാലത്തെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഓർക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടലാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറ്റുന്ന പണിയല്ല. പക്ഷേ ഈ പറയുന്ന വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അകത്ത് പോയി കിടക്കുന്നത്. അതിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ, അങ്ങേയറ്റം സന്തോഷിക്കുന്നുമുണ്ട്. രാഹുൽ ഈശ്വറിലേക്ക് വരുമ്പോഴത്തേക്ക് ആകെ പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പലരും രാഹുൽ ഈശ്വറിനെ ട്രോളുന്നത് വല്ലവന്റെയും ഗർഭം ചുമക്കാൻ പോയി അകത്തായി എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഈശ്വർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, പ്രവർത്തിക്കുന്നത്, പോരാടുന്നത്, ഞാൻ യുദ്ധം ചെയ്യും എന്നൊക്കെ രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ പോലും ഈ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ പോലും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല, അതിൽ എനിക്കൊരു വിഷമവും തോന്നുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഞാൻ പോരാടുന്നത് ഇവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടിയാണ് എന്നുള്ളത്. സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ശത്രുത തീർക്കുന്നതിന് വേണ്ടിയും പുരുഷന്മാരെ കുടുക്കുന്നതിന് വേണ്ടിയും പല സ്ത്രീകളും അതിനെ ദുരുപയോഗപ്പെടുത്തുകയാണ്. എത്രയോ പേരാണ് നിരപരാധികളായ മനുഷ്യന്മാർ അകത്ത് കിടക്കുന്നത്. അതിനൊക്കെ എതിരെയാണ് ഞാൻ പോരാടുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ, അതായത് നല്ലവരായ സ്ത്രീകൾ, ആ പോരാട്ടത്തിൽ എനിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. മാധ്യമങ്ങൾ എനിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഞാൻ പറയുന്നതിലെ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ ഉൾപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് നിൽക്കുന്നില്ല, എൻ്റെ ശബ്ദം എന്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യമാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുലിന് ജയിൽ ജീവിതം മടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിലവിട്ട രീതിയിൽ ഇപ്പോൾ പെരുമാറിയിരുന്ന രാഹുൽ ഈശ്വർ അതെല്ലാം മാറ്റി ഇപ്പോൾ ഒരു അങ്ങേയറ്റം മയപ്പെട്ട ഒരു രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഈശ്വറിന് വേണ്ടി പുറത്തു പോരാടുന്നത് ഭാര്യ ദീപ രാഹുൽ ഈശ്വറാണ്. അവരും പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ മനഃപൂർവ്വം കുടുക്കാൻ പലരും നീക്കം നടത്തുകയാണ് എന്ന് ദീപ രാഹുൽ ഈശ്വറും പ്രതികരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.